ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യവാസിനു വന്ദേ വിശുദ്ധ വിജ്ഞാനവും കവീശ്വരവും. 55 സർഗം അകമ്പന യുദ്ധം. ഗരുഡപ്രഭാവം കൊണ്ട് ഇരട്ടി ബലം ആർജിച്ച രാമലക്ഷ്മണന്മാരെ കണ്ട് ആർത്ത് വിളിച്ച വാനരസേനയെ നശിപ്പിക്കാൻ വിട്ട് ധൂമ്രാക്ഷനെ ഹനുമാനും വജ്രദംഷ്ടനെ അംഗദനും വധിച്ചതറിഞ്ഞ് രാവണൻ സേനാധ്യക്ഷനായ അകമ്പനെ വിളിച്ചു. വളരെ പുകഴ്ത്തി സംസാരിച്ച് ഭീമവിക്രമന്മാരായ രാക്ഷസരത്ത് പുറത്തു കിടന്ന് എല്ലാവരെയും കൊന്നുവരാൻ ആജ്ഞാപിച്ചു. ബലാധ്യക്ഷനായ അകമ്പനൻ അങ്ങനെ സ്വർണം കൊണ്ട് അലങ്കരിച്ച തേരിൽ കയറി പുറപ്പെട്ടു. ചുറ്റും ധാരാളം ഭീമവിക്രമന്മാരായ രാക്ഷസന്മാരും. ദേവന്മാർക്ക് പോലും അകമ്പനാണ് ഇയാള്. കമ്പനം ഇളക. ദേവന്മാർ പോലും വിചാരിച്ചും ഇയാളെ ഒന്ന് ഇളക്കാൻ പോലും പറ്റില്ല, അത്ര പരാക്രമശാലിയാണ് അകമ്പനൻ. അദ്ദേഹം സൈന്യങ്ങളോടുകൂടി പുറത്ത് കിടക്കുന്ന സമയത്ത് അവരുടെ തേരിലുള്ള കുതിരകൾക്കും ദീനഭാവം വന്നു. അകമ്പനന്റെ ഇടംകണ്ണ് തുടിച്ചു. മുഖം വിവർണമായി. ശബ്ദമിടറി. പുറത്ത് പരുക്കൻ കാറ്റടിച്ചു. പക്ഷിമൃഗാദികൾ ഭയം ജനിപ്പിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഇതൊക്കെ ദുർനിമിത്തങ്ങളാണ്. ഇതൊന്നും കൂസാതെ അകമ്പനൻ കടൽക്ഷോഭം പോലെ ശബ്ദത്തോടെ യുദ്ധകളത്തിലെത്തി. വാനരസേന ഒന്നടക്കം വിരണ്ടു. എങ്കിലും കയ്യിലുള്ള പാറ, മരം എന്നിവയും അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം തുടങ്ങി. അങ്ങനെ രണ്ടു കൂട്ടരെ വാൽമീകി ഒരുമിച്ച് പറയുകയാണ്. രണ്ടു കൂട്ടരും രാമരാവണ കാര്യത്തിനായി പുറപ്പെട്ടവരാണ്. രണ്ടു കൂട്ടരും സ്വദേഹം പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടവരാണ്. വാനരന്മാരും അതെ, രാക്ഷസന്മാരുമാണ്. ഒരു കൂട്ടര് രാമന് വേണ്ടിയിട്ടാച്ച, മറ്റേ കൂട്ടര് രാവണന് വേണ്ടിയിട്ടാണ്. രണ്ടു കൂട്ടരും നല്ല ശരീരം വലിപ്പം വെച്ച് മലയോളം വലിപ്പമാർന്ന അതിബലത്തോടു കൂടിയാണ് തമ്മിൽ കൊല്ലാൻ ഉറപ്പിച്ച് പുറപ്പെടുകയാണ് രണ്ടു കൂട്ടരും. അങ്ങനെ അവർ തമ്മിൽ നടത്തിയ യുദ്ധത്തിൽ ഭീകരമായ ഗർജന ശബ്ദങ്ങളും കോപത്തോടെ കൂടിയുള്ള ഭർസനങ്ങളും ഉയർന്നു കേട്ടു. യുദ്ധക്കളത്തിൽ നിന്ന് പാറി ഉയർന്ന ചെമ്പൊടി, ചുവന്ന നിറത്തിൽ അരുണവർണമായ പൊടിയാണ് 10 ദിക്കുകളെയും മറച്ചു. ചുറ്റുമുള്ള 8 ദിക്കുകൾ, പിന്നെ മുകളിലും താഴെയായിട്ട് ആണ് 10 ദിക്കുകൾ എന്ന് പറയും. ചെമ്പട്ട് കുടഞ്ഞാൽ പാറുന്ന പോലുള്ള പൊടി സർവരിലും പുരണ്ടു. ആരൊക്കെ ആ യുദ്ധക്കളത്തിൻ്റെ അവരൊക്കെ പൊടി പാറി അവരുടെ ദേഹത്തിന് മുഴുവൻ പൊടി. അങ്ങനെ പൊടി പുരണ്ട് കൊടിയോ കൊടിക്കൂറയോ പോർച്ചട്ടയോ കുതിരകളോ ആയുധങ്ങളോ തേരോ ഒന്നും കാണാത്ത അവസ്ഥയായി. യുദ്ധം ചെയ്യാൻ മാത്രം ആരോടാണെന്നില്ല. ഒരു രൂപങ്ങളും ശരിയായി കാണപ്പെട്ടില്ല. ഉയർന്നൊരു ഒച്ച മാത്രം കേൾക്കാമെന്നായി. ഭയങ്കരമായ ആരവം കേൾക്കാം. അങ്ങോട്ടുള്ള തർജനങ്ങളും ഭർസനങ്ങളും കേൾക്കാം. അങ്ങനെ യുദ്ധം ചെയ്യാൻ ഒന്നും കാണാതെ പലപ്പോഴും വാനരന്മാരെ പോലും ആക്രമിച്ചു. അരക്കന്മാരെയും ആക്രമിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പൊടിക്ക് ശമനം ഉണ്ടായി. എങ്ങനെയാണ് ശമനം ഉണ്ടായി? ചോര വീണ് മണ്ണ് ചെളി പിടിച്ചു. അങ്ങനെ ഉയർന്ന പൊങ്ങുന്ന പൊടി അടങ്ങി. അപ്പോൾ ധാരാളം ശവശരീരങ്ങൾ കാണായി. പരസ്പരം കൊന്നുകയറാനായി മാമരങ്ങൾ, ഗദ, കുന്തം, പാറക്കെട്ടുകൾ, പരിച, തോമരം എന്നിവ ഇരുകൂട്ടരും പ്രയോഗിച്ചു. രാക്ഷസന്മാർ മിക്കവാറും കുന്തവും തോമരവുമാണ് ഉപയോഗിച്ചത്. ഭീമപരാക്രമികളായ രാക്ഷസ വീരന്മാരെ അകമ്പനൻ പ്രചോദിപ്പിച്ച് സന്തുഷ്ടരാക്കി. അവരോടെങ്ങനെ യുദ്ധം ചെയ്യാൻ പറഞ്ഞ് വളരെ അകമ്പന സുസംക്രുദ്ധോ രാക്ഷസാനാം ചമൂപതി, രാക്ഷസന്മാരുടെ ചമൂപതിയായ സൈന്യങ്ങളുടെ പതിയായ അകമ്പനൻ സുസംക്രുദ്ധോ ഭയങ്കര ക്രോധത്തോടുകൂടി സംഹർഷയതി താൻ സർവാൻ രാക്ഷസാൻ ഭീമവിക്രമന്മാരായ രാക്ഷസന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചു. എന്നുവെച്ചാൽ താൻ യുദ്ധം ചെയ്തുകൊണ്ടും തൻ്റെ യുദ്ധ നൈപുണ്യം കാണിച്ചുകൊണ്ടും അവരെ പ്രചോദനം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ അകമ്പനൻ അവരെ നയിച്ചത്. ആ സമയത്ത് എന്ത് ചെയ്തു? വാനരന്മാർ വലിയ മാമരങ്ങളും ശിലകളും പ്രയോഗിച്ച് രാക്ഷസന്മാരുടെ ആയുധങ്ങളെ തകർത്തു. ഇതിനിടയ്ക്ക് മഹാവീരന്മാരായ കുമുദൻ, നളൻ, മൈന്ദൻ, ദ്വിവിധൻ എന്നിവർ കോപാകുലരായി
രാക്ഷസപ്പടയെ ഭീകരമായ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങി. തേതു വൃക്ഷൈർ മഹാവീര, കുമുദൻ, നളൻ മുതലായിട്ടുള്ളവർ വൃക്ഷയും വലിയ വലിയ മരങ്ങൾ കൊണ്ടുവന്ന് രാക്ഷസാനാം ചമൂമുഖേ, രാക്ഷസന്മാരുടെ സേനാമുഖത്തിൽ കഥനം സുമഹച്ചക്രുഹു, ഭയങ്കരമായ വ്യസനത്തെ ഉണ്ടാക്കി. അങ്ങനെ അരക്കന്മാരുടെ പടയുടെ സേനാമുഖം തകർത്ത് നശിപ്പിച്ചു. ലീലയാ ഹരിപുങ്കവ, ഹരിപുങ്കവന്മാർ, വാനരപുങ്കവന്മാരായ അവർ ലീലയാ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. മമന്ധൂ രാക്ഷസാൻവ സർവേ നാനാപ്രഹരണഭൃശം, പല വിധത്തിലുള്ള പ്രഹരണങ്ങൾ, ആയുധങ്ങളും കയ്യിലേന്തി, ഇവരുടെ കയ്യിലുണ്ട് കുന്തവും ഗതയൊക്കെ. അതുകൊണ്ടൊക്കെ രാക്ഷസന്മാരെ മമന്ധു അങ്ങടെ കലക്കി എന്ന് പറയാം, അവരങ്ങോട്ട് വട്ടം തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. ഹത്വായുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമേൻ ബാണം ഏകം ആരക്തോപാന്തനേത്ര ശരദളിത വപുഃ കോടിസൂര്യപ്രകാശ വീരശ്രീ ബന്ധുരാംഗസ്ത്രദശപതിനുത മാതുമാം വീരരാമ. വീരരാമൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ.